സീമന്തരേഖയിൽ സിന്ദൂരമണിഞ്ഞ സ്ത്രീകൾ. പഹൽഗാമിൽ അവരുടെ ഭർത്താക്കന്മാരെ തെരഞ്ഞുപിടിച്ച ഭീകരർ നടത്തിയ ആക്രമണം. ആ ആക്രമണത്തിന് തിരിച്ചടി നൽകുമ്പോൾ ഇന്ത്യ ഇട്ട പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ. ആദ്യ ലക്ഷ്യസ്ഥാനം ധാർ മരുഭൂമിക്ക് സമാന്തരമായി രാജസ്ഥാൻ അതിർത്തി, ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം, മൗലാന മസൂദ് അസറിന്റെ കേന്ദ്രം. കാണ്ഡഹാറിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഭീകരർ റാഞ്ചിയപ്പോൾ ഇന്ത്യക്ക് വിട്ടയക്കേണ്ടി വന്നതിൽ ഒരാളാണ്. സിയ ഉൽ ഹഖ് വിമാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ബഹവൽപൂരിലാണ്. ഇവിടെയാണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യമിട്ടത്. മിസൈൽ പതിച്ച് തകർന്നു കിടക്കുന്ന ആ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനമായ മുരിഡ്കെ ലാഹോറിന് തൊട്ടടുത്താണ്. അവിടുത്തെ മർക്കസെ തൊയ്ബ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന പരിശീലന കേന്ദ്രമാണ്. മുംബൈ ഭീകരാക്രമണം നടത്തിയ സംഘത്തിന് ഇവിടെയാണ് പരിശീലനം നൽകിയത്. വിമാനത്തിൽ നെയ്ത മിസൈലാണ് ഈ കെട്ടിടത്തെ തകർത്തു കളഞ്ഞത്. കോട്ട്ലിയിലെ 2 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ആക്രമണം നടന്നത്. ഒന്ന് ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രവും ഒന്ന് ഹിസ്ബുൾ മുജാഹിദ് കേന്ദ്രവും. കോട്ട്ലി തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ജമ്മുവിൽ നിയന്ത്രണ രേഖയ്ക്ക് സമാന്തരമായി പാക് അധീന കശ്മീരിലുള്ള സ്ഥലം. ഇതിന്റെ വടക്കു കിഴക്ക് വശം പൂഞ്ചും തെക്കു കിഴക്ക് വശം രജൌരിയുമാണ്. അത്യന്തം സാഹസികമായാണ് ഇവിടുത്തെ ജെയ്ഷെ ഹിസ്ബുൾ കേന്ദ്രങ്ങളിൽ സൈന്യം ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയും സംവിധാനങ്ങളുടെ സഹായമുള്ളതുമാണ് 2 കേന്ദ്രങ്ങൾ. ഇന്ത്യ അടുത്തതായി ആക്രമിച്ച മുസാഫറാബാദ് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമാണ്. ഇതിന്റെ കിഴക്ക് വശത്താണ് ഇന്ത്യയിലെ ബാരാമുള്ളയും കുപ്വാരയും. ഇന്ത്യയിലേക്ക് ഭീകരരെ പാക് സേന കടത്തിവിടുന്നത് മുസഫറാബാദ് വഴിയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും കേന്ദ്രങ്ങളാണ് മുസഫറാബാദിൽ ഇന്ത്യൻ സൈന്യം തകർത്തത്. ഹിസ്ബുൾ മുജാഹിദിന്റെ ആസ്ഥാനമാണ് സിയാൽകോട്ട്. അവിടെയാണ് മുംബൈ ഭീകരാക്രമണത്തിലെ കസബിന് പരിശീലനം കിട്ടിയത്. ഡേവിഡ് ഹെഡ്ലിയെ പാകിസ്ഥാൻ പരിശീലിപ്പിച്ചതും ഇവിടെ തന്നെയാണ്. അതാണ് തകർന്ന നാശമായ കെട്ടിടങ്ങളിൽ ഒന്ന്. അടുത്തത് ബർണാലയാണ്. ബർണാലയിലാണ് ലഷ്കർ ഇ തോയ്ബയുടെ മുഖ്യ പരിശീലനം നടക്കുന്നത്. ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുടെ കേന്ദ്രസ്ഥാനം എന്ന് പറയാം. അവിടുത്തെ അഹ്ലെ ഹാദിത്താണ് ആക്രമിച്ചു തകർത്തത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 6 സ്ഥലങ്ങളിലുള്ള 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. എല്ലാം പാക് സൈന്യം ചെല്ലും ചെലവും കൊടുത്ത് പോറ്റി വളർത്തുന്നു. നമ്മുടെ റഫാൽ വിമാനങ്ങൾ കരുത്തു തെളിയിച്ച ആക്രമണം കൂടിയാണ് കടന്നുപോയത്. പഴയ പോരാളികളായ ഇക്കാണുന്ന MiG-29ഉം Su-30യും ഒപ്പം കൂടി. നോട്ട് ടു എയർമാൻ അനുസരിച്ച് രാത്രി 2 മണിക്കല്ല നമ്മുടെ തിരിച്ചടി ആരംഭിച്ചത്. മെയ് 6 വൈകിട്ട് തന്നെ നമ്മുടെ സർവ്വസജ്ജമായ കര വ്യോമസേനകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക അഭ്യാസങ്ങളിൽ ഒന്ന് നിയന്ത്രണ രേഖയിൽ നടത്തിയിരുന്നു. ആ അരങ്ങൊഴിക്കൽ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് അതേ വിമാനങ്ങൾ പറന്നുയർന്നതും വിവിധ ലക്ഷ്യസ്ഥാനങ്ങൾ ഒരേ സമയം ആക്രമിച്ചത് സൈനികരെയല്ല, സർക്കാർ കേന്ദ്രങ്ങളുമല്ല, പൗരന്മാരെയുമല്ല, മറിച്ച് ഭീകരരുടെ താവളങ്ങളെയാണ്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരരെയാണ്. കൊല്ലപ്പെട്ടത് ആ താവളങ്ങളിൽ കഴിഞ്ഞിരുന്നവരാണ്. ഭീകരതയ്ക്കുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അതൊരു മറവുമില്ലാതെ പറന്നിറങ്ങി നടത്തിയ ആക്രമണമാണ്. സൈനിക നടപടിയിൽ ഏറ്റവും കൃത്യത അവകാശപ്പെടാവുന്ന നീക്കം കൂടിയാണ് ഇന്ത്യ നടത്തിയത്. നമ്മുടെ സൈന്യത്തിന്റെ കരുത്താണ് ഇവിടെ വെളിപ്പെട്ടത്.
ഓരോ പൗരനും തല ഉയർത്തി നടക്കാനാവുന്ന സാഹചര്യമാണ് നമ്മുടെ സൈന്യം ഒരുക്കിയത്. നമ്മുടെ സൈന്യത്തെയാണ് നാം അഭിവാദ്യം ചെയ്യേണ്ടത്. ഓരോ ജയ് ഹിന്ദ് വിളികൾ മുഴങ്ങേണ്ടതും അവർക്ക് വേണ്ടിയാണ്. ജയ് ഹിന്ദ്.